പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്ക് നൽകിയ നല്ല ഭാഗ്യത്തെ ഓർത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടുകൂടി നമുക്കായിരിക്കാം. നമ്മുടെ ദൈവം അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. നമുക്ക് ജീവിതത്തിൽ എത്ര നാളുകൾ കർത്താവ് തരുന്നോ ആ നാളുകളെല്ലാം അവനെ ഒന്ന് സ്തുതിപ്പാൻ, അവനെ ഒന്ന് ആരാധിപ്പാൻ ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ നാം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദിനത്തിൻ്റെ പ്രാരംഭ നിമിഷം തന്നെ അവനെ ഒന്ന് ആരാധിച്ചുകൊണ്ട്, അവനെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് ആരംഭിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കണം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ആരാധ്യനെ സമാരാധ്യനെ ആരിലും ഉന്നതനായവനെ ആരാധിക്കും ഞാൻ നിന്നെ എന്നും ആയുസ്സിൻ്റെ നാളുകളെല്ലാം. ഒരുമിച്ച് പാടി ആ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ആരാധ്യനേ സമാരാധ്യനേ ആരിലും ഉന്നതൻ ആയവനേ ആരാധിക്കും ഞാൻ നിന്നെ എന്നും ആയുസ്സിൻ നാളുകളെല്ലാം. ആരാധ്യനേ സമാരാധ്യനേ ആരിലും ഉന്നതൻ ആയവനേ ആരാധിക്കും ഞാൻ നിന്നെ എന്നും ആയുസ്സിൻ നാളുകളെല്ലാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും അവൻ മാത്രം മതിയെന്നൊന്ന് പറയുവാൻ. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. ചിലപ്പോൾ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ ആയിരിക്കാം നാം കടന്നു പോകുന്നത്, ചിലപ്പോൾ ചില ഭാരങ്ങളിലൂടെയൊക്കെ ആയിരിക്കാം നാം കടന്നു പോകുന്നത്. ആ സാഹചര്യങ്ങളിലെല്ലാം നന്മയ്ക്കായി ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നുള്ള ബോധ്യത്തോടെ ഒന്ന് പറയാമോ, എൻ്റെ സർവ്വവും നീ മാത്രമാണ്. എൻ്റെ രോഗക്കിടക്കയിൽ എനിക്ക് സൗഖ്യം നൽകുന്നവൻ, എൻ്റെ പാപങ്ങളെല്ലാം മായ്ച്ചു കളയുന്ന ആ ദൈവിക സാന്നിധ്യം അങ്ങ് മാത്രമാണെന്നുള്ള ബോധ്യത്തോടെ ദൈവസന്നിധി നമുക്ക് ഒരുമിച്ചായിരിക്കാം. ഹല്ലേലൂയ. എൻ്റെ രോഗക്കിടക്കയാതിൽ എൻ്റെ സൗഖ്യപ്രദായകനേ എൻ്റെ പാപസംഹാരകനേ എൻ്റെ സർവ്വവും നീ മാത്രമേ. എൻ്റെ രോഗക്കിടക്കയാതിൽ എൻ്റെ സൗഖ്യപ്രദായകനേ എൻ്റെ പാപസംഹാരകനേ എൻ്റെ സർവ്വവും നീ മാത്രമേ. ആരാധ്യനേ സമാരാധ്യനേ ആരിലും ഉന്നതൻ ആയവനേ ആരാധിക്കും ഞാൻ നിന്നെ എന്നും ആയുസ്സിൻ നാളുകളെല്ലാം. നമ്മുടെ ജീവിതത്തിൽ വേദനകൾ കടന്നു വരുമ്പോൾ ഒരു ആശ്വാസമായി, ഒരു സാന്ത്വനമായും എപ്പോഴും നമ്മുടെ കൂടെയുള്ള ഒരു ദൈവം. അവൻ നമ്മുടെ രക്ഷകനാണ്, നമ്മുടെ സങ്കേതമാണ്, നമ്മുടെ കോട്ടയാണ്. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പറയാം, അപ്പം അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ സങ്കേതം, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ശരണം. ഇന്ന് പകലിൽ അവനിൽ മാത്രം ഒന്ന് ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ ഒരുമിച്ച് സഹായിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഒരുമിച്ച് ആ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. ഹല്ലേലൂയ. എൻ്റെ വേദനയിൽ ആശ്വാസം നിന്റെ സാന്ത്വനമെന്നുമെന്നും എൻ്റെ രക്ഷകനാമേശുവേ എൻ്റെ സങ്കേതം
നീ മാത്രമേ. എന്റെ വേദനയിൽ ആശ്വാസം, നിന്റെ സാന്ത്വനമെന്നുമെന്നും. എന്റെ രക്ഷകനാമേശുവേ, എന്റെ സങ്കേതം നീ മാത്രമേ. ആരാധ്യനേ, സമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ. ആരാധിക്കും ഞാൻ നിന്നെ എന്നും ആയുസ്സിൻ നാളുകളെല്ലാം. നമ്മുടെ ജീവിതത്തിൽ അവിശ്വസ്തതകളൊക്കെ കടന്നു വരാറുണ്ട്, അവിശ്വാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും വിശ്വസ്തനായി കൂടെ ഇരിക്കുന്ന ആ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം. അങ്ങയുടെ ഒരു വിശ്വസ്ത സാക്ഷിയായി, അങ്ങയുടെ ഒരു വിശ്വസ്ത ദാസനായി ഞങ്ങളെ തീർക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ, ആ ഒരു കൊതിയോടെ, ആ ഒരു വാഞ്ചയോടുകൂടി നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. നിന്റെ പ്രത്യക്ഷാധീനമാധി, നിന്റെ വിശ്വസ്തദാസനായി, നിന്റെ വിശ്വസ്ത സാക്ഷിയായി, നിന്റെ സന്നിധി എത്തിയിടും ഞാൻ. നിന്റെ പ്രത്യക്ഷാധീനമാധി, നിന്റെ വിശ്വസ്തദാസനായി, നിന്റെ വിശ്വസ്ത സാക്ഷിയായി, നിന്റെ സന്നിധി എത്തിയിടും ഞാൻ. ആരാധ്യനേ, സമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ. ആരാധിക്കും ഞാൻ നിന്നെ എന്നും ആയുസ്സിൻ നാളുകളെല്ലാം. ആരാധ്യനേ, സമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ. ആരാധിക്കും ഞാൻ നിന്നെ എന്നും ആയുസ്സിൻ നാളുകളെല്ലാം. ഈ പ്രഭാതത്തിൽ ഒരു സമർപ്പണത്തോടെ, ഒരു പ്രാർത്ഥനയോടുകൂടി കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നാളുകളിലും, ഞങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളിലും അങ്ങയെ സ്തുതിപ്പാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും സ്തുതികൾക്കും എല്ലാം യോഗ്യനായ ആ വലിയ ദൈവത്തെ എപ്പോഴും ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ അപ്പാ ഞങ്ങളെ ബലപ്പെടുത്തണം. ഈ പകലിൽ ഞങ്ങളെ അങ്ങ് സൂക്ഷിക്കണം, ഞങ്ങളെ അങ്ങ് കരുതണം. ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ സങ്കേതമായി, ഞങ്ങളുടെ ജീവിതത്തിൽ കോട്ടയായി, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിപാലകനായി, ഞങ്ങളെ കാക്കുന്നവനായി, ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയട്ടെ. ഈ പകൽ മുഴുവൻ അല്ലെങ്കിൽ ഈ ആഴ്ചക്കാലം മുഴുവൻ ഞങ്ങളെ പരിപാലിച്ചാട്ടെ. ഒന്നിനും കുറവില്ലാതെ വണ്ണം ഞങ്ങളെ നടത്തണം. ഭാരത്തോടുകൂടിയും വേദനയോടുകൂടിയൊക്കെ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ കർത്താവേ അവരുടെ ഭാരങ്ങളെയൊക്കെ മാറ്റുവാൻ, അവരുടെ വേദനകളെയൊക്കെ മാറ്റുവാൻ അപ്പം അങ്ങ് ശക്തനാണെന്നുള്ള വിശ്വാസത്തോടുകൂടി, ആ പൂർണ്ണ ഉറപ്പോടുകൂടി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. ഞങ്ങൾ ഇത്രത്തോളം നീ സഹായിച്ചല്ലോ. സകല മഹത്വവും അങ്ങേക്ക് മാത്രം നൽകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന രക്ഷകന്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ.